പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. ഫോസിൻ്റെ മോട്ടിവേഷണൽ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. പോസിറ്റീവ് ചിന്തകളോടെ ഓരോ ദിവസവും ആരംഭിക്കുക. നമ്മളുടെ ജീവിതത്തിലെ ഓരോ ദിവസത്തിൻ്റെയും തുടക്കം വളരെയധികം പ്രാധാന്യമുള്ള ഒന്നാണ്. ഒരു നല്ല തുടക്കമാണ് ആ ദിവസത്തെ മനോഹരമാക്കുക. പോസിറ്റീവ് ചിന്തകളോടുകൂടി ഒരു ദിവസം ആരംഭിക്കാനായാൽ അന്ന് ചെയ്യുന്ന പ്രവൃത്തികൾ സ്വാഭാവികമായും വളരെ മികവുറ്റതാകും. ധൈര്യവും ആത്മവിശ്വാസവും നിറച്ചുകൊണ്ട് ദിവസത്തിൻ്റെ തുടക്കം പോസിറ്റീവ് ചിന്തകളോടെ ആകുമ്പോൾ നാം ചെയ്യുന്ന പ്രവൃത്തികളിലും ആ പോസിറ്റീവ് വൈബ് ദർശിക്കാൻ കഴിയും. അതുവഴി നല്ല റിസൾട്ട് ഉണ്ടാകും. നല്ല റിസൾട്ട് ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് ലഭിക്കുന്ന ഊർജം സ്വാഭാവികമായും പ്രതികൂല സാഹചര്യങ്ങളിൽ പോലും മുന്നോട്ട് പോകാനുള്ള വലിയ ജാലക ശക്തിയായി മാറും. അതാണ് പോസിറ്റീവ് വൈബിൻ്റെ പ്രാധാന്യം. എന്താണ് പോസിറ്റീവ് ചിന്തകൾ? പോസിറ്റീവ് ചിന്ത എന്നത് ജീവിതത്തിൽ സംഭവിക്കുന്ന സാഹചര്യങ്ങളോടും പ്രശ്നങ്ങളോടും അവ സങ്കീർണമായ പ്രശ്നങ്ങളായാൽ പോലും അവയെ വിസ്മരിച്ചു കളയാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ പ്രശ്നങ്ങളില്ല എന്ന് ബോധപൂർവം ചിന്തിക്കുകയോ ചെയ്യുന്നതിന് പകരം അവയെ കൈകാര്യം ചെയ്യാൻ തനിക്ക് കഴിയും എന്ന ആത്മവിശ്വാസവും ധൈര്യവും സ്വയം ഉണ്ടാക്കിയെടുക്കലും ആ ഒരു മനോഭാവത്തോടു കൂടി അവയെ സമീപിക്കലുമാണ്. ജീവിതത്തിലെ സങ്കീർണതകളിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ നമ്മുടെ മാനസികാവസ്ഥയെ നിഷേധാത്മക ചിന്തകളിൽപ്പെട്ട് ജീവിതയാത്രയുടെ ദിശ തന്നെ മാറിപ്പോകാതിരിക്കാനും എപ്പോഴും ആവേശഭരിതമായ കാഴ്ചപ്പാടോടും പോരാട്ട വീര്യത്തോടും കൂടി മുന്നോട്ട് പോകാനും സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം നമ്മുടെ പോസിറ്റീവ് ചിന്തകളാണ്. അത് നമ്മെ നയിക്കുക വിജയത്തിലേക്കും സംതൃപ്തിയിലേക്കും പ്രതിരോധ ശേഷിയിലേക്കുമൊക്കെയാണ്. അത്ര പ്രധാനപ്പെട്ട ഒന്നായിരുന്നിട്ടും അതിനെ വളരെ നിസ്സാരമായിട്ടാണ് നമ്മൾ കാണാറുള്ളത്. അഥവാ അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മിൽ പലരും ബോധവാന്മാരല്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ നമ്മിൽ പലരുടെയും ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യമായ നല്ല ഫലങ്ങൾ ഉണ്ടാകാതെ പോകുന്നു. തന്മൂലം പോസിറ്റീവ് ചിന്തകൾ വളർത്തിയെടുക്കേണ്ടതും അവയെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമാക്കി എടുക്കേണ്ടതുമാണ്. തന്നെ പിടിക്കാൻ വന്ന സിംഹത്തെ വളരെ ധൈര്യത്തോടെ ഒരു നായ കുരച്ച് ശബ്ദമുണ്ടാക്കി അങ്ങോട്ട് കയറി ആക്രമിക്കാൻ ശ്രമിച്ചുകൊണ്ട് അതിനെ ഓടിച്ചു വിടുന്ന ഒരു വീഡിയോ ഒരു പക്ഷേ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയകളിലോ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ആ നായയുടെ പ്രതികരണം പോസിറ്റീവ് ചിന്തയും സമീപനവുമായി നമുക്ക് മനസ്സിലാക്കാം. പോസിറ്റീവ് ചിന്തകളുടെ പ്രാധാന്യം ആത്മവിശ്വാസം നൽകുന്നു. അതായത് അതാത് ദിവസങ്ങളിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ നേരിടുന്നതിനുള്ള ധൈര്യം പോസിറ്റീവ് ചിന്തകളിലൂടെ നമുക്ക് ലഭിക്കുന്നു. ഒരു പക്ഷേ പ്രശ്നങ്ങളില്ലാത്ത ദിവസം ഉണ്ടാകുക അസാധ്യമായിരിക്കാം. എങ്കിലും എല്ലാ പ്രശ്നങ്ങളെയും നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാനുള്ള നൈപുണ്യം നമുക്ക് ലഭിക്കും എന്നത് തീർച്ചയാണ്. പോസിറ്റീവ് ചിന്തകൾ ഉണ്ടാകുമ്പോൾ ശാന്തിയും സന്തോഷവും ലഭിക്കുന്നു. അത് ഒരു നല്ല പ്രവർത്തന ദിശയിലേക്ക് നയിക്കും. കൂടുതൽ കൃത്യമായ ശ്രദ്ധയും ജോലി ചെയ്യാനുള്ള പ്രേരണയും ലഭിക്കുന്നു. ഓരോ ദിവസത്തെയും ലക്ഷ്യങ്ങളിൽ എത്തിച്ചേരാൻ പോസിറ്റീവ് ചിന്തകൾ നമുക്ക് ഊർജം പകർന്നു തരും. ഓരോ ദിവസം ഉറങ്ങാനും ഉണരാനും കൃത്യമായ സമയക്രമം പാലിക്കാനും ഒക്കെ നമുക്ക് കഴിഞ്ഞേക്കും. അന്നാന്നുണ്ടാകുന്ന മൂഡ് പോലെ ഉറങ്ങുകയോ ഇഷ്ടമുള്ളപ്പോൾ ഉണരുകയോ ചെയ്യാതിരിക്കുന്നതിന് പോസിറ്റീവ് ചിന്ത സഹായകമാണ്. ഒരു പുതിയ അവസരമായി ഓരോ ദിവസത്തെയും നോക്കിക്കാണാനും സമീപിക്കാനും ഇത് നമ്മെ സഹായിക്കും. ഇത് ഞാൻ ചെയ്തിരിക്കും എന്ന ആത്മവിശ്വാസം വളർത്തിയെടുക്കാനും ഊർജ്ജസ്വലമായി കാര്യങ്ങൾ ചെയ്യാനും പോസിറ്റീവ് ചിന്തകൾ ഗുണകരമായി മാറും. എന്ത് സംഭവിച്ചാലും അതിൽ നിന്ന് നല്ലത് എന്തെങ്കിലും ഉണ്ടാകുമെന്ന് സ്വയം വിശ്വസിക്കാൻ ഓരോരുത്തരെയും അത് പര്യാപ്തമാക്കും. അടുത്ത എപ്പിസോഡിൽ പോസിറ്റീവ് ചിന്തകൾ എങ്ങനെ വളർത്താം എന്നതിനെക്കുറിച്ച് നമുക്ക് കാണാം. എന്നെ ശ്രവിച്ച എല്ലാവർക്കും നന്ദി.